കായംകുളം എരുവ മന്ന മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ വായനാ ദിനാചരണവും പി.എൻ. പണിക്കർ അനുസ്മരണവും നടത്തി. പ്രശസ്ത കവയിത്രിയും അധ്യാപികയുമായ യമുന ഹരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. എരുവ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ വായനാ ദിനാചരണവും പി.എൻ. പണിക്കർ അനുസ്മരണവും നടത്തി. സ്കൂൾ SMC ചെയർപേഴ്സൺ ലക്ഷ്മി നന്ദിനി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ M. കൃഷ്ണപ്രസാദ് സ്വാഗതം രേഖപ്പെടുത്തി. ജൂൺ 19 പ്രത്യേകത അറിയാമല്ലോ. പി.എൻ. പണിക്കർ സാറിന്റെ ചരമദിനമാണ്. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് 1986 മുതൽ കേരളത്തിലും 2017 മുതൽ ഭാരതത്തിലും വായനാ ദിനമായി ആചരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പണിക്കർ സാർ മുമ്പ് ആരും വായിച്ചിട്ടില്ലയോ? നമുക്ക് 5000 ചില്ലുവാനും കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രമാണ്. അപ്പൊ ഈ പണിക്കർ സാർ എന്നാ ജനിച്ച് 1909 1909 പണിക്കർ സാർ ജനിക്കുന്നതിന് മുമ്പ് ആരും വായിച്ചിട്ടില്ലയോ? നമ്മൾ ചോദിക്കത്തില്ലേ? അതിന് കാരണം എന്താ? നിങ്ങളൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, സ്നാക്സ്, വെള്ളം എല്ലാം. നിങ്ങളുടെ അച്ഛനും അമ്മയും പോയപ്പോഴോ അന്ന് സ്നാക്സ് ഇല്ല, ഉച്ചയ്ക്ക് ഒരു ചോറ് കൊണ്ടു. നിങ്ങളുടെ അപ്പൂപ്പൻ പോയപ്പോഴോ അപ്പൂപ്പൻ പഠിക്കാൻ പോയപ്പോൾ ചോറുമില്ല. അന്നൊരു ക്ലാസ്സിൽ 2-3 കുട്ടികളേ ഉള്ളൂ ചോറ് കൊണ്ടുവരുന്നത്. അത്ര ദാരിദ്ര്യമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പി.എൻ. പണിക്കർ സാറ് ഒരു ഉദ്യമവുമായി മുന്നോട്ട് വരുന്നത്. അദ്ദേഹം അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകനായിരുന്നു. പ്രശസ്ത കവയിത്രിയും അധ്യാപികയുമായ യമുന ഹരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹം സാറിവിടെ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ തോൾസഞ്ചിയിലാക്കി വീടുകൾ തോറും കയറി ചെന്നു. പലരും വീടിന്റെ വാതിലുകൾ കൊട്ടിയടച്ചു, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും വീണ്ടും വീണ്ടും ചെന്ന് പുസ്തകങ്ങൾ കൊടുക്കുക, അടുത്ത ആഴ്ച അത് തിരിച്ചു വാങ്ങിയിട്ട് പുതിയ പുസ്തകം കൊടുക്കുക. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നൊരു സംഭവം തന്നെ കേരളത്തിൽ ആദ്യമായി ഉടലെടുത്തു. അതിന്റെ 1ാം നമ്പർ വായനശാലയാണ് PK മെമ്മോറിയൽ വായനശാല എന്നത്. നമ്മുടെ ജില്ലയായ ആലപ്പുഴയുടെ അമ്പലപ്പുഴയിലുണ്ട്. അതും കുഞ്ഞു മക്കൾക്ക് സന്തോഷമല്ലേ? ആണോ? ഇനി ആര് ചോദിച്ചാലും പറയണം, നമ്മുടെ ജില്ലയ്ക്ക് സ്വന്തമാണ് കേരളത്തിലെ 1ാം നമ്പർ വായനശാല. അപ്പൊ ഇതിലൂടെയൊക്കെ അദ്ദേഹം ചെയ്തതെന്താ? നിങ്ങളൊക്കെ വായിക്കണമെന്ന് പറഞ്ഞില്ല, പുസ്തകം കയ്യിലെടുക്കണമെന്ന് നിർബന്ധിച്ചെങ്കിലും ലക്ഷ്യമിട്ടത് എന്താണ്? നല്ലൊരു ശീലം നമ്മളിൽ ഉണ്ടാക്കുക. അപ്പൊ ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടത് എന്താണ്? നല്ല ശീലം. ഇവിടെ ഞാൻ വന്നപ്പോ അത് കണ്ടു, കുറെ നല്ല ശീലങ്ങളെ ഞാൻ കണ്ടു. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ചൊല്ലിയത്, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ നല്ല ശീലത്തിന് ഉടമകളാണ്. നിങ്ങൾ ചൊല്ലിയ ശ്ലോകങ്ങളിലെ വരികൾക്ക് അർത്ഥമുണ്ട്, അല്ലേ? അത് നിങ്ങൾ ജീവിതത്തിൽ പാലിക്കത്തില്ലേ? അപ്പൊ നിങ്ങൾ നല്ല കുട്ടികളാവും, നല്ല വായനയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമ്മള് ശരിക്കും പറഞ്ഞാൽ അലിഞ്ഞു തീരാത്ത മധുര മിഠായി പോലാണ് നമ്മുടെ ബാല്യം എന്ന് പറയും. ജീവിതത്തിന്റെ അങ്ങേ അറ്റത്തെത്തുമ്പോഴും വാർദ്ധക്യത്തിലെത്തുമ്പോഴും അല്ലെ, നമുക്ക് കൊതിയോട് ഓർക്കാൻ പറ്റിയത് നമ്മുടെ ബാല്യകാലത്തെയാണ്. അപ്പൊ ആ ബാല്യകാലത്തെ അത്ര സന്തോഷത്തോടെ ഓർത്തിരിക്കണമെങ്കിൽ നിങ്ങൾ ഓർക്കുന്നത് ഈ സ്കൂളിനെ ആയിരിക്കും, നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളെ ആയിരിക്കും, ഇവിടെ പഠിക്കുന്ന ശീലങ്ങളെ ആയിരിക്കും. വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി വായനാ ദിന സന്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ബിജു ആമ്പക്കാട്ട്, ശശികുമാരൻ പിള്ള, മോഹൻകുമാർ മരങ്ങാട്ട്, സ്കൂൾ HM ശ്രീകല എന്നിവർ സംസാരിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം, പ്രസംഗ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. CDNet ന്യൂസ്, കായംകുളം.